രാവിലെ പ്രഭാതം അണ്ണാരക്കണ്ണനും എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള തീറ്റ ചോദിക്കാൻ ഇറങ്ങിയതാണ്. രാവിലെ മുട്ടൂസൻ വന്നിവിടെ ഇങ്ങനെ ഈ മുകളിൽ ഇരിപ്പുണ്ട്. മുട്ടൂസൻ ഈ രാവിലെ ഇവിടെയാണോ ഉറക്കം? അല്ലടാ കുഞ്ഞ, ഞാൻ രാവിലെ വരുന്നതാണ്. രാവിലെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് കുഞ്ഞിന് അറിയാവോ? പിന്നെ എനിക്കറിയത്തില്ല. അങ്ങനെ രാവിലെ തീറ്റ തിന്നുകയല്ല വേണ്ടത്. നീ ഓർക്കും രാവിലെ തീറ്റ തിന്നല്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് മനസ്സും ശരീരമൊക്കെ ശുദ്ധമായിട്ട് ഇതുപോലെ കണ്ടില്ലേ, കാകനിരുന്ന് ധ്യാനിക്കുന്നത്. ഞാനിരുന്ന് ധ്യാനിക്കും, മനസ്സ് ശുദ്ധമാകാനാണ്. പിന്നെ ഇതുപോലെ സൂര്യപ്രകാശം, വിറ്റാമിൻ ഡി ഒക്കെ കിട്ടണം. അതെനിക്കും വേണം, നിനക്കും വേണം. ശുദ്ധമായ ഓക്സിജൻ കിട്ടണം. നമ്മളിപ്പം പറന്നു വരുമ്പോൾ ഒത്തിരി പോക്കുകയും കഴിയുകയും എല്ലാം നമ്മുടെ ദേഹത്ത് പറ്റുന്ന പോലെ ഉള്ളിലെല്ലാം പറ്റും, ശ്വാസകോശത്തിലൊക്കെ പറ്റും. അതുകൊണ്ട് ശുദ്ധമായ വായു ശ്വസിക്കണം. രോഗനാശനം വരുന്ന രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കുന്നതാണ് ഈ വേപ്പൊക്കെ. ആ വേപ്പിൻ്റെ ചുവട്ടിലിരിക്കണം. അതിൻ്റെ ഗന്ധം അടിച്ചാൽ മാത്രം മതി, ഇതിൽ നിന്ന് വരുന്ന ഓക്സിജൻ ശ്വസിച്ചാൽ മതി. ആലൊക്കെ എൻ്റെ ചുവട്ടിലൊക്കെ പോയി നിൽക്കുന്നതല്ലേ ആൾക്കാർ പണ്ട് അമ്പലത്തിന് ചുറ്റും വലത്ത് വെക്കുന്നതും ആലിന് ചുറ്റും വലത്ത് വെക്കുന്നത് എന്തിനാ? രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് സൂര്യപ്രകാശം ഏറ്റ് വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആലിന് ചുറ്റും വലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഓക്സിജൻ ഉണ്ട്, അത് തലച്ചോറിനെ ഉത്തേജിപ്പിക്കും. അതുകൊണ്ടാണ് ഈ ആലിൻ്റെ ചുവട്ടിലൊക്കെ വലത്ത് വെക്കാൻ പറയുന്നത്. ഇത് കണ്ടോ, രാവിലെ ദേഹശുദ്ധി വരുത്തണം. അതിന് ഞാൻ കുറച്ച് സൂര്യപ്രകാശമൊക്കെ കിട്ടുകയും ചെയ്യും. എൻ്റെ ദേഹശുദ്ധി വരുത്തി ദേഹത്തെല്ലാം എണ്ണയൊക്കെ തേച്ച് ഇരിക്കും. എണ്ണയും കൊഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം പിടിക്കുകയില്ല. മനുഷ്യനാണേലും അതുപോലെ തന്നെയാണ്. അസ്ഥി ഞരമ്പുകളൊക്കെ ലൂസാകും, ലൂബ്രിക്കേഷൻ. അതിനാണ് പറയുന്നത് എണ്ണയും കൊഴുപ്പൊക്കെ തേക്കണമെന്നാണ്. അത് രാവിലെ തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് വൈകിട്ട് കുളിക്കുമ്പോഴാണ് മതിയല്ല, രാവിലെ തേച്ച് കുളിക്കാം. അത് പ്രഭാതത്തിലെ സൂര്യകിരണം ഏൽക്കണം, എന്നാൽ വിറ്റാമിൻ ഡി ഇഷ്ടം പോലെ കിട്ടും. ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. രാവിലെ പറ്റുകയാണെങ്കിൽ തുളസിയിലൊക്കെ തിന്നുന്നത് നല്ലതാണ്. പനിയും ജ്വരവും രോഗങ്ങളും എല്ലാം നശിക്കും. വേപ്പിലയും നല്ലതാണ്. തൊലിപ്പുറമേയുള്ള അസുഖങ്ങളെല്ലാം പോകും, തൊലി ശുദ്ധമാകും. അതുപോലെ തന്നെയാണ് താന്നി. കണ്ടില്ലേ, ഒരു താന്നിമരമുണ്ട്. ഞാനതിൻ്റെ കണ്ടോ ദേഹശുദ്ധി വരുത്തി ഞാൻ കാഷ്ടിച്ചിട്ടിരിക്കുന്നുണ്ടോ. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേഹശുദ്ധിയാണ്. മാലിന്യങ്ങളെല്ലാം ശരീരത്തിലെ തള്ളിക്കളഞ്ഞ് ശരീരം ബ്രഷാക്കി എന്നിട്ട് ഭക്ഷണം കഴിച്ച് തുടങ്ങും. അതല്ല ഞാനിവിടെ രാവിലെ വേണ്ടോ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് വെള്ളം വെക്കുന്നില്ല. ഞാൻ ഇനിയും കൂട്ടിപ്പോയി അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് വരും.